ചാൻസ് ഇല്ലല്ലോ. നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും സ്ക്രീൻ കാണാവോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഐസോടോപ്പ്, ഐസോബാർ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. എന്നിട്ട് നമ്മൾ അടുത്തത് റുദർഫോർഡ്, നമ്മൾ അതേപോലെ കുറച്ച് മോഡൽസ് പഠിച്ചില്ലേ, ആറ്റത്തിൻ്റെ കുറച്ച് മോഡൽസ് നമ്മൾ പഠിച്ചു. തോംസണിൻ്റെ മോഡൽ, പ്ലം പുഡിംഗ് മോഡൽ നമ്മൾ പഠിച്ചു. അതിനുശേഷം റുദർഫോർഡിൻ്റെ മറ്റേ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് വെച്ചിട്ട് പുള്ളിയുടെ കുറച്ച് കണ്ടെത്തലുകൾ നമ്മൾ പഠിച്ചു. അതിനുശേഷം പുള്ളിയായിട്ടൊരു അറ്റോമിക് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മോഡലിൽ എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ സ്പേസ്, ആറ്റത്തിലെ മോസ്റ്റ് ഓഫ് ദ സ്പേസ് എന്ന് പറയുന്നത് എംപ്റ്റി ആണ്. പിന്നെ അതിൻ്റെ മോസ്റ്റ് ഓഫ് ദ മാസസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സെൻറ്ററിലാണ്. പിന്നെ ഒരു ഡെഫിനറ്റ് ആയിട്ടൊരു ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റിൽ കൂടാണ് ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പോസിറ്റീവ് ചാർജ്, ആ പോസിറ്റീവ് ചാർജ് വന്ന് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് ആറ്റത്തിൻ്റെ സെൻട്രലാണ്. അതേപോലെ ആറ്റത്തിൻ്റെ സൈസ് വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രോട്ടോണിൻ്റെ ആണെങ്കിലും ഇലക്ട്രോണിൻ്റെ ആണെങ്കിലും സൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ്, ഭയങ്കര നെഗ്ലിജിബിൾ ആണ്. അതായത് അതേപോലെ തന്നെ വോളിയം, ആറ്റത്തിൻ്റെ വോളിയം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൻ്റെ വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതൊക്കെയാണ് റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിനകത്ത് വരുന്നത്. അവിടെയാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ച് നിർത്തിയത്. അതിന് ശേഷം നമ്മൾ ഐസോടോപ്പ് എന്താ, ഐസോബാർ എന്താന്ന് പറഞ്ഞു. സോ ക്രിസ്റ്റി പറയാമോ എന്താ ഐസോടോപ്പ് എന്ന്? ജസ്റ്റ് ഓർക്കണമുള്ള എന്തേലും, ഐസോടോപ്പ് എന്താന്ന് പറഞ്ഞത്? സെയിം ആയിട്ടൊരു കാര്യമുണ്ട്, ഒരു കാര്യം ഡിഫറെന്റ് ആയിരിക്കും. ഏത് കാര്യം സെയിം, ഏത് കാര്യം ഡിഫറെന്റ്? ഓർമ്മയുണ്ടോ? നമ്മൾ അറ്റോമിക് നമ്പരും മാസ് നമ്പരും പഠിച്ച് ഓർക്കുന്നുണ്ടോ? ജനറലായിട്ടാണ്. അപ്പം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ആര് പറഞ്ഞാലും മതി, ക്വസ്റ്റ്യൻ പറയണമെന്നില്ല, ആരെങ്കിലും പറഞ്ഞാൽ മതി, അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞാൽ മതി. എന്താണ് അറ്റോമിക് നമ്പർ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഏതാ? ഒരു സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നൊരു ആറ്റത്തിൻ്റെ ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ നമ്പർ വേരി ചെയ്യാം, അയൺ ആകുമ്പം അതിൻ്റെ നമ്പർ വേരി ചെയ്യാം. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നൊരു ആറ്റത്തിൻ്റെ അല്ലെ പ്രോട്ടോൺസ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ. ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ പറയാറ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേരിയബിൾ ആകാൻ ചാൻസ് ഉണ്ട്. അയൺസ് ആകുമ്പം ഇലക്ട്രോൺസിൻ്റെ എണ്ണം മാറാം. സോ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ സ്റ്റേബിൾ മാറ്റം, അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എന്താ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ? ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണേ. ഇതൊക്കെ പറയുന്നത് ബേസിക് ആണ് ഈ കാര്യങ്ങൾ. അറ്റോമിക് നമ്പർ എന്താ? ഓക്കെ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. സോ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഡിഫറെൻറ്റ് മാസ് നമ്പർ ആയിരിക്കാം. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞതാണ് C13, C12, C14 എന്നൊക്കെ പറയുന്നത് കാർബണിൻ്റെ ഐസോടോപ്പുകളാണ്. അതായത് അതിൻ്റെ ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ, ഇതിൽ
ഈ തന്നിരിക്കുന്നതെല്ലാം എന്താ കാർബൺ ഐസോടോപ്സാണ്. ഓക്കെ, ഇവിടെ അറ്റോമിക് നമ്പർ ഈ താഴെ തന്നേക്കുന്നതാണ് അതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ അറ്റോമിക് നമ്പറിന് മാറ്റമൊന്നും ഉണ്ടാവണില്ല അല്ലേ, എല്ലായിടത്തും അറ്റോമിക് നമ്പർ, കാർബൺ അറ്റോമിക് നമ്പർ എത്ര 6, ആ അറ്റോമിക് നമ്പറിന് മാറ്റം ഉണ്ടാവുന്നില്ല. ഈ മേളിൽ തന്നിരിക്കുകയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അറ്റോമിക് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ഇസഡും മാസ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എയുമാണ്. സോ ഇവിടെ നമുക്ക് മാസ് നമ്പർ എല്ലാത്തിൻ്റെയും ചേഞ്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ടേംസിനാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഈ ഐസോടോപ്സിന് ഏകദേശം സിമിലർ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കാം, പക്ഷെ ഇതിൻ്റെ അളവ്, ഇപ്പം അറ്റ്മോസ്ഫിയറിലുള്ള അളവ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഈ പല ഐസോടോപ്സ് കൊണ്ട് പല ഉപയോഗങ്ങളുണ്ട്. ഇപ്പം C14 എന്ന് പറഞ്ഞ ഐസോടോപ്പാണ് നമ്മൾ കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ നമുക്ക് ലഭിക്കുന്ന ഫോസിലിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. C14 കാർബൺ ഡേറ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി. നമ്മൾ അതേപോലെ പറഞ്ഞു C12 ഐസോടോപ്പ് വെച്ചിട്ടാണ് ഒരു എലമെൻറ്റിൻ്റെ മാസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു. അതേപോലെ നമുക്കറിയാം ഡ്യൂട്ടീരിയം, ട്രീഷ്യം, ഹൈഡ്രജൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഫോം. അങ്ങനെ 3 ഫോമാണ്. ഹൈഡ്രജന് 3 ഐസോടോപ്സ് ആയിട്ടുള്ളത്. അതിൽ ട്രീഷ്യം വളരെ കുറവാണ്. ഡ്യൂട്ടീരിയം ഏകദേശം ഇവിടെ തന്നിരിക്കുന്നത് 0.015% അറ്റ്മോസ്ഫിയറിലുള്ളത്. അല്ല, മോസ്റ്റ് ഓഫ് ഇതെന്നും പറയുന്നതും സ്റ്റേബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ഫോമിലാണ് മോസ്റ്റ് ഓഫ് ദി ടൈം നിൽക്കുന്നത്. സോ ഇത്രയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, എന്തിനു വേണ്ടിയാണ് ഈ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എന്നുള്ള സാധനങ്ങൾ എന്തിനു വേണ്ടിയാണ് കണ്ടുപിടിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ആരൊക്കെയാണ് ഇത് ഓരോന്ന് കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ എക്സ്പെരിമെൻ്റ് വഴിയാണ് ഇത് ഓരോ സബ് അറ്റോമിക് പാർട്ടിക്കിൾസും കണ്ടുപിടിച്ചെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. സോ ജസ്റ്റ് ഒരു ക്വിസ് പോലെ അത് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. ഇപ്പം ഹൂ ഡിസ്കവേർഡ് പ്രോട്ടോൺസ്, ഹൂ ഡിസ്കവേർഡ് ഇലക്ട്രോൺസ്, ആരാ? റുദർഫോർഡ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഓർത്തിരുന്ന മീൻസ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പോയാലും എളുപ്പമുണ്ട്, അങ്ങനെ പഠിക്കാനും എളുപ്പമുണ്ട്. അല്ലാതെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വാരി വലിച്ച് പഠിക്കേണ്ട കാര്യമില്ല. സോ നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്താണ്? റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിൻ്റെ ഡ്രോബാക്ക് തൊട്ടാണ്. അവിടെ തൊട്ട് ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അറ്റോമിക് മോഡലിൻ്റെ ക്വാണ്ടം മെക്കാനിക്സൽ അപ്രോച്ച്, അതായത് ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ടുള്ള ആറ്റം മോഡൽ. ഓക്കെ, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നവരാണ് നമ്മളിന്ന് പഠിക്കാൻ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോൾ ക്ലാസ് നമ്മൾ ഈ ഒരു പോർഷൻ തീരുന്നത്, അതായത് നമ്മൾ ഇന്ന് നമ്മൾ ഇത്ര എടുക്കാമെന്ന് വിചാരിച്ചാൽ അത്ര എടുക്കത്ത് തരുമ്പോൾ നമ്മൾ ആ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. അപ്പം ചിലപ്പോൾ അത് നേരത്തെ ആകാം, ചിലപ്പം താമസിച്ചേക്കാം. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ റുദർഫോർഡിൻ്റെ അറ്റോമിക് മോഡലിൻ്റെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ റുദർഫോർഡ് എങ്ങനെ അറ്റോമിക് മോഡൽ പറഞ്ഞെന്നൊക്കെ? ഒരു ഗോൾഡ് ഫോയിൽ നടുക്ക് വെച്ച് അതിന് ചുറ്റും സിങ്ക് സൾഫൈഡ് വെച്ചിട്ടൊരു കവറിങ് കൊടുത്തു. എന്നിട്ട് ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്തപ്പം ചിലത് ബൗൺസ് ബാക്ക് തിരിച്ചു വന്നു, ചിലത് പല സൈഡിലോട്ട് സ്പ്ലിറ്റ് ചെയ്തു, ചിലത് കടന്നുപോയി. അത് വെച്ചിട്ടാണ് പുള്ളി പല ഇൻഫറൻസസിലേക്ക് എത്തിയത്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് എൻഡി ആണ്, നടുക്കാണ് മോസ്റ്റ് ഓഫ് ദ മാസസ് ഇരിക്കുന്നത്. അങ്ങനെ വെച്ചിട്ട് പുള്ളി ആറ്റോമിക് മോഡൽ കണ്ടുപിടിച്ചു. സോ അതിന് പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരിക്കലും റുദർഫോർഡിൻ്റെ മോഡലല്ലല്ലോ. നമ്മൾ ഇപ്പം ഞാൻ കറൻറ്റ്ലി ഫോളോ ചെയ്യുന്ന ഏതാ? ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. ഓക്കെ, അതിന് ശേഷം റുദർഫോർഡിൻ്റെ മോഡൽ കണ്ടുപിടിച്ചതിന് ശേഷം റുദർഫോർഡിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് കവർ ചെയ്തിട്ട് പുതിയൊരു ബോർ അറ്റോമിക് മോഡൽ ഉണ്ടാക്കി. ബോർ അറ്റോമിക് മോഡലിനും കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റിയില്ല. പിന്നീട് ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് വന്നു. ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്കിപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ പഠിക്കുന്നത് റുദർഫോർഡിൻ്റെ ആറ്റോമിക് മോഡൽ. അപ്പം റുദർഫോർഡ് എങ്ങനെയാണ് പറഞ്ഞത്? നടുക്കൊരു ന്യൂക്ലിയസ് ഇരിക്കുന്നു, അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് പാത്തിലൂടെ എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയസിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് നമ്മുടെ സോളാർ സിസ്റ്റം പോലെ നടുക്ക് സൂര്യൻ ഇരിക്കുന്ന പോലെ തന്നെ ന്യൂക്ലിയസ് ഇരിക്കുന്നു, അതിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്ന പോലെ ഇലക്ട്രോൺസ് ഇങ്ങനെ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. സോ ആ രീതിയിലാണെങ്കിൽ ഇപ്പം നമുക്ക് സോളാർ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പ്ലാനറ്റ്സ് തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ?
ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ബലത്തിലാണ് ആ ഫിക്സഡ് പാത്തിൽ നിൽക്കുന്നതും സൂര്യൻ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നതും. അതേപോലെ തന്നെ ഒരു എന്താ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിന്റെ ബലത്തിലാണ് എന്ത് ഇലക്ട്രോൺസ് ഈ സർക്കുലർ പാത്തിൽ നിൽക്കുന്നതും അതിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നതും. ആ ഫോഴ്സിന്റെ പേരാണ് കൊളംബിക് ഫോഴ്സ് എന്ന് പറയുന്നത്. കൊളംബിക് ഫോഴ്സസ് പലതുണ്ട്. അപ്പം കൊളംബിക് ഫോഴ്സസിന്റെ അടിസ്ഥാനത്തിലാണ് കൊളംബിക് ഫോഴ്സ് വെച്ചിട്ട് ഓരോ ഇലക്ട്രോണിന്റെ കൊളംബിക് ഫോഴ്സിന്റെ ബേസിസിലാണ് എന്ത് ഒരു ഇലക്ട്രോൺ അതിന്റെ ഫിക്സഡ് ആയിട്ടുള്ള ഓർബിറ്റൽ പാത്തിൽ നിൽക്കുന്നതും കറങ്ങുന്നതും. സോ ആ എനർജി എങ്ങനെ കണ്ടുപിടിക്കുന്ന എന്നുള്ള ഇക്വേഷനാണ് അത്. ഫിക്സഡ് പാത്ത് എനർജി അല്ല സോറി ആ ഫോഴ്സ്, ആ ഫോഴ്സ് കൊളംബിക് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ഇക്വേഷൻ ഇത് K × Q1 Q2/r². Q1 Q2 എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് വരും. ഇലക്ട്രോൺ എന്ന് പറയണ്ട, ഇപ്പോൾ ചാർജ് ഉള്ള ഏതൊരു പാർട്ടിക്കിളും ആകാം. ഓക്കെ, പ്രോട്ടോൺ ആകാം. കൂടുതൽ നമ്മൾ പിന്നെ ഇലക്ട്രോണാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ പ്രോട്ടോണിന്റെ മൂവ്മെന്റും അങ്ങനെ വലുതായിട്ടൊന്നും പഠിക്കുന്നില്ലല്ലോ. സോ Q1 Q2 എന്ന് പറഞ്ഞ ചാർജാണ് രണ്ട് എന്താ വസ്തുവിന്റെ സബാറ്റോമിക് പാർട്ടിക്കിളായിട്ടുള്ള വസ്തുവിന്റെ രണ്ട് ചാർജ് Q1 Q2 എന്ന് പറയുന്നത്. R എന്ന് പറയുന്നത് ഈ രണ്ട്, ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുക, രണ്ട് ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യാണ്ട് ഈ രണ്ട് ഇലക്ട്രോൺസ് തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് K എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഇത് വെച്ചിട്ട് നമുക്ക് കൂളം ഫോഴ്സ് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു പർട്ടിക്കുലർ സർക്കുലർ ഓർബിറ്റ് ഉണ്ട്. ആ ഓർബിറ്റിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ എന്താ ഒരു ക്വസ്റ്റൻ ഉണ്ട്, ചാർജ്ഡ് ആയിട്ടുള്ളൊരു ബോഡി ഈ ഒരു പാത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ, ഫിക്സഡ് പാത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെന്ത് സംഭവിക്കും? ആക്സലറേഷൻ സംഭവിക്കും. അതിപ്പോൾ ഒരു കോൺസ്റ്റന്റ് മോഷനാണ്. നമുക്കറിയാം കോൺസ്റ്റന്റ് മോഷൻ ആണെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് സ്പീഡിന് വ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ അവിടെ ആക്സലറേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ കേസിൽ ഇവിടെ കോൺസ്റ്റന്റ് മോഷൻ ആണെങ്കിലും അവിടെ ആക്സലറേഷൻ സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? ഫിസിക്സിലോട്ട് ഞാൻ കടക്കുന്നില്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് സ്പീഡ് ബൈ എന്താ സെക്കൻഡ്, അതാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അല്ലെ വെലോസിറ്റി പെർ സെക്കൻഡ്, അതിനാണ് നമ്മൾ ആക്സലറേഷൻ എന്ന് പറയുന്നത്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ രണ്ട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്ത് ഡിസ്റ്റൻസിനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ സ്പീഡ് സെയിം അല്ല, കോൺസ്റ്റന്റ് സ്പീഡിലാണ് കോൺസ്റ്റന്റ് മോഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നെങ്കിലും എന്താ ഇതൊരു സർക്കുലർ പാത്തിൽ കൂടെ അല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന് എന്തുണ്ട്, കോൺസ്റ്റന്റ് മോഷനിലാണെങ്കിൽ കൂടി അതിനൊരു ആക്സലറേഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു ആക്സലറേഷൻ കാണിക്കുന്ന ഒരു ബോഡി, ചാർജിലായിട്ടുള്ള ആക്സലറേഷൻ കാണിക്കുന്ന ബോഡി എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജി എപ്പോഴും പുറത്ത് വിട്ടുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയണേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഒരു കഥ പറയുന്ന പോലെ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. കഥ ബോറാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നിങ്ങൾ ആ മൈൻഡിലോട്ട് ആ ഒരു പിക്ചറൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം എന്താ ആക്സലറേഷൻ ഉണ്ടാവുന്നത് പറഞ്ഞാൽ ചാർജിലായിട്ടുള്ള ജസ്റ്റ് നിങ്ങളൊരു സോളാർ സിസ്റ്റം കാണുന്ന രീതി കണ്ടാലും മതി. ഇപ്പം ആക്സലറേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചാർജ് ഉള്ളൊരു പാർട്ടിക്കിള് ആക്സലറേഷൻ സംഭവിക്കുമ്പം എന്ത് ചെയ്യും? അത് എനർജി എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പുറത്തേക്ക്, ഇല്ലേ? അപ്പം നമുക്ക് എന്താ ഈ എനർജി എമിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്താ ഇതൊരു പ്രത്യേക എനർജി ഉണ്ടെങ്കിലല്ലേ ആ ഒരു ഓർബിറ്റിൽ നിൽക്കുള്ളൂ. അപ്പോൾ ഈ എനർജി പുറത്തേക്ക് അത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഓർബിറ്റ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയെന്നല്ലേ അതിൻ്റെ അർത്ഥം. ലാസ്റ്റ് എന്ത് സംഭവിക്കും? നമ്മൾ പ്ലാനറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു പ്ലാനറ്റ് ഇങ്ങനെ ഒരു പ്രത്യേക എനർജി ഇങ്ങനെ പുറത്തെടുത്തുകൊണ്ട് സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കറങ്ങി ഈ എനർജി പുറത്തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ പ്ലാനറ്റ് സൂര്യൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ലാസ്റ്റ് എന്ത് സംഭവിക്കും? എനർജി കൊടുത്ത് അതിൻ്റെ ഫുൾ എനർജിയും തീർന്നു കഴിയുമ്പോൾ സൂര്യനെ വന്ന് വീണ് കത്തി അടിച്ചും തീരും. ഓക്കെ, സെയിം കൺസെപ്റ്റ് തന്നെ നമ്മൾ ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ ചുറ്റുന്നുണ്ട് ഫിക്സഡ് ഓർബിറ്റിൽ കൂടെ ഇങ്ങനെ ചുറ്റുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ കറങ്ങി അവസാനം ഇത് രണ്ടും കൂടെ കൊളാപ്സ് ആവും, ഇല്ലേ? പക്ഷെ ഒരിക്കലും ആറ്റം എന്ന് പറയുന്നത് അങ്ങനെ കൊളാപ്സ് ആവുന്നില്ല. അത് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുക ചെയ്യുന്നത്. നമ്മളിപ്പം സെയിം കൺസെപ്റ്റ് വേണമെങ്കിൽ സോളാർ സിസ്റ്റത്തിൽ അപ്ലൈ ചെയ്തിട്ട് എന്തുകൊണ്ട് സൂര്യനെ വന്ന് പ്ലാനറ്റ് വരുന്നില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ചാർജ് ഉള്ളൊരു ബോഡിയാണ്
എന്താ ഈ ആക്സിലറേഷൻ സംഭവിക്കുമ്പം എനർജി എമിറ്റ് ചെയ്യുന്നത്. പ്ലാനറ്റ്സ് എന്ന് പറയുന്നതിന് ചാർജ് ഇല്ല. സോ അതുകൊണ്ടാണ് പ്ലാനറ്റ്സ് വന്ന് സൂര്യനെ വീഴാത്തത്. പക്ഷേ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചാർജ് ഉള്ളൊരു ബോഡിയാണ്. അത് വന്ന് ഇവിടെ ന്യൂക്ലിയസ് വന്നിട്ട് കൊളാപ്സ് ആകാം. പക്ഷെ അത് സംഭവിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതായത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി. അപ്പം ഈ ഒരു കൺസെപ്റ്റ് പ്രകാരമാണെങ്കിൽ റുദർഫോർഡിന്റെ മോഡലിൽ ഇങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങി ഏകദേശം ഒരു 10⁻⁻8 സെക്കൻഡ് കൊണ്ട് എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ വന്നിട്ട് ന്യൂക്ലിയസിനകത്ത് വന്ന് വീഴണം. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നില്ല, അല്ലേ? അവിടെ ആറ്റം ആ സർക്കുലർ ഓർബിറ്റിലൂടെ തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് അവിടെ സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുക, പക്ഷെ ചാർജും ഉണ്ട്. സോ ആ കൺസെപ്റ്റ്, അതായത് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി, എന്തുകൊണ്ട് അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടും ആറ്റം അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാൻ ആർക്ക് പറ്റിയില്ല? റുദർഫോർഡിന് പറ്റിയില്ല. അത് പിന്നീട് ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്തിന് ബേസിസിലാ? ക്ലാസിക്കൽ മെക്കാനിക്സിനെ പറ്റിയില്ല, പിന്നെ ഒരു ക്വാണ്ടം മെക്കാനിക്സ് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അപ്പം നമുക്ക് ചോദിക്കാം, എന്തിനാണ് അത് സ്പിന്ന് ചെയ്യുന്നത്? അതിൻ്റെ ഒരു സ്റ്റേഷനറി, അതായത് ഇവിടെ തന്നെ നിൽക്കുന്ന ഇലക്ട്രോൺസ് ഇവിടെ തന്നെ ഉറച്ച് നിൽക്കുകയാണ് എന്ന് വിചാരിച്ചാൽ പോരെയെന്ന്. പക്ഷെ നമുക്കറിയാം ഒരിക്കലും എന്താ ഇലക്ട്രോൺസ് ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഇടത്തായിട്ട് നിൽക്കാനില്ല, അല്ലേ? അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്താ, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ കാരണം ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ ന്യൂക്ലിയസിന് ഇലക്ട്രോൺ അതിൻ്റെ അടുത്തേക്ക് പുള്ളി ചെയ്ത് വലിക്കാൻ പറ്റാത്തത്. പക്ഷെ ഒരിടത്ത് തന്നെ ഫിക്സഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എന്താ, ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വെച്ചിട്ട് ന്യൂക്ലിയസിന് ഇലക്ട്രോണെ അതിൻ്റെ അടുത്തേക്ക് പുള്ളി ചെയ്ത് വലിക്കാൻ പറ്റും. സോ എന്താ, ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൺഫേം ആണ്. പിന്നീട് സീരിയസ് ആയിട്ടുള്ള റുദർഫോർഡിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞത് എന്താ, ഇലക്ട്രോൺസിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതായത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, അല്ലെ അതിൻ്റെ എനർജി എത്രത്തോളമാണ് ഓരോ ഇലക്ട്രോണിൻ്റെ എനർജി എന്നുള്ളത് പറയാൻ ആർക്ക് പറ്റിയില്ല? റുദർഫോർഡിന്റെ മോഡലിനെ കൊണ്ട് സാധിച്ചില്ല. സോ ഇത് രണ്ടുമാണ് റുദർഫോർഡിന്റെ ഡ്രോബാക്ക് ആയിട്ട് വരുന്നത്. ശേഷം എന്താ, ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ചസ് കണ്ടുപിടിച്ചു. അതേപോലെ എന്താ, ഈ എനർജിയും മാറ്ററും തമ്മിലുള്ള ഇന്ററാക്ഷൻസ്, അങ്ങനത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, ഡുവൽ നേച്ചർ, അതായത് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, ഒരു വേവിനല്ല ലൈറ്റിന് വേവ് നേച്ചറും ഉണ്ട് എന്നുള്ള രീതിയിലോട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തം വന്നപ്പം നീൽസ് ബോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ഈ റുദർഫോർഡിന്റെ മോഡലിനെ കുറച്ചുകൂടെ ഒന്ന് ഇംപ്രവൈസ് ചെയ്തു. അങ്ങനെ ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ബോറിന്റെ അറ്റോമിക് മോഡൽ ഉണ്ടായത്. സോ ബോറിന്റെ അറ്റോമിക് മോഡൽ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായത്. ഒന്ന്, ഡുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്തുണ്ട്? രണ്ട് നേച്ചറുണ്ട്, വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. അതായത് അതൊരു വേവായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും, ഒരു പാർട്ടിക്കിളായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ രണ്ട് നേച്ചറുണ്ട്. ഈ പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പണ്ട് കാലത്ത് ടെക്നോളജി എടുത്തുകൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ക്ലാസിക്കൽ മെക്കാനിക്സിന് ഈ പാർട്ടിക്കിൾ നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. ആകെ വേവ് നേച്ചർ മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചെന്നുള്ളൂ. പിന്നീടാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് രണ്ട് നേച്ചറുണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിലായത്. അതിന്റെ ബേസിസിലാണ് ബോർ അദ്ദേഹത്തിന്റെ അറ്റോമിക് മോഡൽ കണ്ടുപിടിച്ചത്. പിന്നെ അതിന്റെ റിലേറ്റഡ് ആയിട്ട് അദ്ദേഹം ചെയ്ത കുറച്ച് എക്സ്പെരിമെന്റ്സിന്റെ ബലത്തിലാണ് നീൽസ് ബോർ അദ്ദേഹത്തിന്റെ അറ്റോമിക് മോഡൽ കണ്ടുപിടിച്ചത്, അല്ലെ പറഞ്ഞത്. സോ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് വേവ് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ വേവ് നേച്ചർ എന്ന് പറഞ്ഞത് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഒരു പാർട്ടിക്കിള്, ആ പാർട്ടിക്കിള് ഒരു ചാർജ് ഉള്ളൊരു സർഫസിൽ വെക്കുകയെന്ന് വെച്ചോ, അല്ലെ ചാർജ് ഉള്ളൊരു ബോഡിയുടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ചാർജിന്റെ പ്രസൻസ് ഉള്ള സമയത്ത് അത് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് കാണിക്കും? ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡും കാണിക്കും, അതേപോലെ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡും കാണിക്കും. എനിക്ക് എത്രത്തോളം അത് മനസ്സിലാകുന്നില്ല. ഇത് ക്വാണ്ടം മെക്കാനിക്കൽ അപ്രോച്ച് ആട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ആൾക്കാരുടെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി. ജസ്റ്റ് ഇത് കേട്ടിരിക്കാം. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പിന്നെയും പറയാം, നിങ്ങൾ ജസ്റ്റ് ഒരു പേനയോ പേപ്പറോ എടുത്ത് ജസ്റ്റ് ഒന്ന് വരച്ച് പോയാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക്
നിങ്ങൾക്കതായിരിക്കും ഉപകാരപ്പെടുന്നത്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി, നിങ്ങളിത് പഠിക്കുകയോ എടുക്കുകയോ ഒന്നും വേണ്ട. സോ ഓക്കെ, എന്ത് ഒരു ഇലക്ട്രിക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് അല്ലെ ചാർജ് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഓൾട്ടർനേറ്റീവായിട്ട് മാഗ്നറ്റിക് എഫക്റ്റും ഇലക്ട്രിക് എഫക്റ്റും കാണിക്കാൻ തുടങ്ങി. അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നതും മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നതും ഈ വേവ് പോകുന്നതിൻ്റെ, അതായത് ഈ ഗ്രാഫ് കാണിച്ചത്, ഈ വേവ് പോകുന്നതിൻ്റെ പ്രൊപ്പഗേഷൻ, ഇങ്ങനെയാണ് വേവ് പോകുന്നതെങ്കിൽ അതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അതായത് ഇങ്ങനെ വേവ് പോവുകയാണെങ്കിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? എക്സ് വൈസിലെ ആക്സിസ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എക്സ് എന്ന് പറഞ്ഞ ആക്സിസ് നമ്മുടെ പ്ലെയിനിലാണ്, വൈ എന്ന് പറഞ്ഞ ആക്സിസ് മുകളിലേക്കാണ് എന്ന് വിചാരിക്കുക, ഇസഡ് എന്ന് പറഞ്ഞത് നമ്മുടെ അടുത്തേക്ക് പോയിന്റ് ചെയ്തിരിക്കുന്നതാണെന്നും വിചാരിക്കുക. അങ്ങനെ ഈ എക്സ് ആക്സിസ്, അതായത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് ഒരു വേവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അതായത് എന്താ അതിൽ നിന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. അപ്പം അതിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന രീതിയിലാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നതെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത്. അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് മോഷൻ്റെ വെച്ചിട്ട് കുറച്ച് അതിൻ്റെ നേച്ചേഴ്സ് കാര്യങ്ങൾ എന്താ പറയുന്നതാ. ഇവിടെ നമ്മൾ കുറേ ചവറായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ ഓർക്കണ്ട. ജസ്റ്റ് ഞാൻ ഓർക്കാൻ പറയാം, അല്ലെ നോട്ട് ചെയ്ത് വെക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തന്നെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെന്നുള്ളത്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് പ്രത്യേകിച്ച് ഒരു മീഡിയം വേണ്ട ട്രാവൽ ചെയ്യാൻ, ബാക്കി സൗണ്ടിനൊക്കെ ഒരു മീഡിയം വേണമെന്ന് നമുക്കറിയാം. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് പോകാൻ പ്രത്യേകിച്ച് മീഡിയം വേണ്ട, വാക്യത്തിൽ സഞ്ചരിക്കും. ഓക്കെ, ഈ ബേസിസിൽ എന്താ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജിയുടെയും വേവ് ലെങ്തിൻ്റെ പ്രസൻസിൽ ഈ ഓരോ റേസ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ആയിട്ടുള്ളൊരു വസ്തു പുറപ്പെടുവിക്കുന്ന റേഡിയേഷൻ വേവ് ലെങ്തിൻ്റെ ബേസിസിൽ നമ്മൾ തിരിക്കുക. ആ തിരിക്കുന്നതിനെയാണ് എന്ത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെറ്റ് ഓഫ് റേഡിയേഷൻ അതിനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയും. അതിനെ വേവ് ലെങ്തിൻ്റെ ബേസിസിൽ നമ്മൾ തിരിച്ചു. ആ തിരിച്ചതിനെയാണ് എന്തോ പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയാ? മനസ്സിലായി? ഇത് നിങ്ങൾക്ക് പിന്നീട് ആവശ്യം വരും. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് ഏതിനാണ് എനർജി കൂടുതൽ, ഏതിനാണ് വേവ് ലെങ്ത് കൂടുതൽ. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്താണെന്ന് മനസ്സിലായോ? അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു പാർട്ടിക്കിള് എനർജിയെ അബ്സോർബൻ ചെയ്യുക, അതിനനുസരിച്ച് എന്ത് പുറത്തേക്ക് അതിൻ്റെ അതങ്ങനെ ഹയർ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ലൈക്ക് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സംഭവമാണ്. അത് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകും. ആ എനർജി സ്റ്റേറ്റിലേക്ക് പോയിട്ട് അത് എന്തായാലും അതൊരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റാണ്. അവിടുന്ന് തിരിച്ചെന്ത് ചെയ്യും, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ വന്നാൽ അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു എനർജി എടുത്തിട്ടാണ് മേലേക്ക് പോയത്, ആ എനർജി തിരിച്ചു കൊടുത്തിട്ടാണ് തിരിച്ച് അതെൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് താഴേക്ക് വന്നത്. സോ അങ്ങനെ എമിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റേഡിയേഷൻ ആണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. അത് ഒരു റേഞ്ച് തൊട്ട്, അതായത് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന തൊട്ട് 10⁻24 തൊട്ട് 10 വരെയുള്ള റേഞ്ച് അത് ഹെഡ്സിലാണ് ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസി റേഞ്ചിലാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് തരുന്നത്. ആ റേഡിയേഷൻ, കംപ്ലീറ്റ് റേഡിയേഷനെ വേവ് ലെങ്തിൻ്റെയോ ഫ്രീക്വൻസിയുടെ ബലത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഓരോരോ കാറ്റഗറി പോലെ ഇത് പുറപ്പെടുവിക്കുന്ന ഈ റേഡിയേഷൻ നമുക്ക് തിരിക്കാൻ പറ്റും വേവ് ലെങ്തിൻ്റെ ബേസിൽ. ഇത്ര തൊട്ട് ഇത്ര വേവ് ലെങ്ത് വരെ ഗാമ റേ, ഇത്ര തൊട്ട് ഇത്ര വേവ് ലെങ്ത് വരെ എക്സ്റേ, അങ്ങനെ തിരിക്കാൻ പറ്റും. അപ്പം മനസ്സിലായോ? സ്പെക്ട്രം എന്താണെന്ന് മനസ്സിലായി? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെ എന്ത് ചെയ്യും, വേവ് ലെങ്തിൻ്റെ ബേസിസിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് തിരിക്കുന്നു. അതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയോ?
ഓക്കെ, അതിൻ്റെ പല റീജിയൺ ഉണ്ട്. ആ റീജിയൻ ഞാൻ പറയാം. ഫ്രീക്വൻസിയുടെ ബേസിസിൽ ഞാൻ ഓരോ റീജിയണും ഇതിനെ തൊട്ട് എത്ര വരെയാണ് റീജിയൻ എന്നുള്ളത് ഞാൻ പറയാം. അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് റേഡിയോ ഫ്രീക്വൻസി റീജിയൻ എന്ന് പറയുന്നത് എത്ര 10⁶ ഹെർട്സിലാണ് റേഡിയോ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത്. എൻ്റെ ഇവിടെ കണ്ടോ 10⁶ തൊട്ട് 10⁸ 10⁸8.5 ആ റേഞ്ച് ഹെഡ്സ്, അത്രയും ഹെഡ്സാണ് എന്ത് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ, റേഡിയോ വേവിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞാൽ 10⁶ മുതൽ 10⁸ വരെ ഉള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് 10⁻10 ഹെർട്സ് റേഞ്ചിലാണ് മൈക്രോവേവിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. 10⁻11 തൊട്ട് 10⁻14 വരെയാണ് IRൻ്റെ ഫ്രീക്വൻസി റീജിയൻ. ഇടയ്ക്ക് വളരെ കുറച്ചായിട്ട് നമുക്ക് കിട്ടുന്ന റീജിയനാണ് വിസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഈ റീജിയനിലുള്ള റേഡിയേഷൻസ് മാത്രമേ ഹ്യൂമൻ ഐക്ക് വിസിബിൾ ആയിട്ടുള്ളൂ. ഇതിന് മുമ്പുള്ളതും ഇതിന് ശേഷമുള്ള റേഡിയേഷൻസും നമുക്ക് കാണാൻ പറ്റില്ല. ഈ വളരെ ചെറിയ അളവിൽ കാണുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് വിസിബിൾ റേഞ്ച് എന്ന് പറയുന്നത്. ഈ റേഞ്ചിലുള്ള റേഡിയേഷൻസ് മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇത് ഏകദേശം 400 നാനോമീറ്റർ തൊട്ട് 800 നാനോമീറ്റർ, 15 തന്നേക്കുന്നത് 400 നാനോമീറ്റർ തൊട്ട് 800 നാനോമീറ്റർ വരെയാണ് വരുന്നത്. ഓക്കെ, ഇനി വേറൊരു ഇത് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് മുതൽ 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെയാണ് IRൻ്റെ റീജിയൻ എന്ന് പറയുന്നത്. കേട്ടോ, ഓർത്തിരുന്നാണേ, പിന്നീടാണ് വെളിയിലൊക്കെ യൂസ് ചെയ്യാം. 500 തൊട്ട് 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, യൂണിറ്റൂടെ ശ്രദ്ധിക്കണം. നമ്മൾ IRൻ്റെ ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. വിസിബിളിൻ്റെയും UVയുടെയും ഒക്കെ നമ്മൾ പറയുന്നത് വേവ് ലെങ്തിൻ്റെ ബേസിലാണ്, നാനോമീറ്ററിൻ്റെ ബേസിലാണ്. അപ്പം 500 തൊട്ട് 4000 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരെ ഉള്ളതാണ് IRൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 400 തൊട്ട് 800 വരെ ഉള്ളതാണ് വിസിബിൾ സ്പെക്ട്രം, വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, 200 തൊട്ട് 400 വരെയാണ് UVയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല, ജസ്റ്റ് നിങ്ങൾ ജനറലായിട്ട് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം ഏത് റേക്കാണ് ഏറ്റവും കൂടുതൽ എനർജി കൂടുതൽ, ഏത് റേക്കാണ് ഏറ്റവും എനർജി കുറവ്, വേവ് ലെന്ത് കൂടുതൽ ഏതാണ്, വേവ് ലെന്ത് കുറവ് ഏതാണ്, അങ്ങനത്തെ എന്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നോട്ട് ചെയ്ത് വെച്ചോണ്ട് നിങ്ങൾക്ക് പിന്നീടാണെങ്കിലും യൂസ് ആവും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്കിലാണേലും ഇപ്പം ഈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞൊരു ടെക്നിക്കുണ്ട്, അനലിറ്റിക്കൽ ടെക്നിക്കാണ്. അപ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞേക്കുന്ന ഫ്രീക്വൻസി റേഞ്ചിൻ്റെ ബേസിസിലാണ് പല കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കുന്നത്. മെയിനായിട്ട് ഞാൻ ഇപ്പോൾ MS ചെയ്ത എൻ്റെ വർക്ക് മൊത്തം വരുന്നതിനകത്താണ്. സോ അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് റീജിയൻ എന്ന് പറഞ്ഞത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് സ്പീഡ് ഓഫ് ലൈറ്റ്. പിന്നെ ഈ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് യൂസ് ആക്കാം. പല ഫ്രീക്വൻസി റേഞ്ച് വെച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസി നമുക്കറിയാമെങ്കിൽ അത് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ആക്കാം. അതേപോലെ പല പ്രോബ്ലംസിനകത്തും ചിലപ്പം വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്ന തരത്തുള്ളതായിരിക്കും. വെലോസിറ്റി ഓഫ് ലൈറ്റ് എൻ്റെ വാല്യൂ ചിലപ്പോൾ തന്നു നടത്തില്ല. ഇത് ഓർത്തിരിക്കുക, 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പിന്നെ ഇവിടെ കുറേ കാര്യങ്ങളല്ലാതെ പറയുന്നുണ്ട്, യൂണിറ്റ്സിൻ്റെ കാര്യമൊക്കെയാണ്. ഓക്കെ, നമ്മൾ മുമ്പേ പറഞ്ഞിട്ട് ഓർത്തിരുന്നാൽ മതി. വേവ് നമ്പറിൻ്റെ ബേസിസിൽ നാനോമീറ്റർ എന്നുള്ള രീതിയിലും അതേപോലെ ഫ്രീക്വൻസിയുടെ ബേസിസിൽ ഹെഡ്സിലും സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലും ഒക്കെ നമുക്ക് ഈ ഫ്രീക്വൻസി റേഞ്ച് അല്ല വേവ് ലെന്ത് റീജിയൻ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ പറയാൻ പറ്റും. സോ അടുത്താണ് നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ വേവ് നേച്ചറാണ് ഈ പറഞ്ഞത്. അടുത്താണ് പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ നേച്ചർ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അറിയില്ലായിരുന്നു. ഓക്കെ, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ് പോലുള്ള ഫിനോമിനസ് പാർട്ടിക്കിൾ നേച്ചർ കാരണമാണ്. പക്ഷെ ഇതെന്താണ്, ലൈറ്റിന് ഇങ്ങനൊരു ഫിനോമിന ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും പണ്ട് കാലത്ത് അറിയത്തില്ല. 19-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആ ഒരു രീതിയിലേക്ക്
വന്നത്. സോ ഈ ക്ലാസിക്കൽ അല്ല, പാർട്ടിക്കിൾ നേച്ചർ ആ പഠനത്തിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് 2-3 കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ്. അതിലൊരു കൺസെപ്റ്റാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൺസെപ്റ്റാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. മൂന്നാമത്തെയാണ് വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി. ഇതിലെ ബ്ലാക്ക് ബോഡിയും ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റും ഓർത്തിരുന്നാൽ മതി. ബാക്കിയൊന്നും ഇങ്ങനെ വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി അങ്ങനെ ഭയങ്കരമായിട്ട് പഠിക്കാനില്ല. അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം. ഓക്കെ, ഇതിൻ്റെ 4ൻ്റെയും ബേസിസിലാണ് പാർട്ടിക്കിൾ നേച്ചറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നത്. അതിൽ ഫസ്റ്റാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ തന്നിരിക്കുന്നത്. അതായത് ഒരു ഐഡിയൽ ആയിട്ടുള്ളൊരു ബോഡി, ഓക്കെ, അതിന് ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷനെയും അബ്സോർബ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ എമിറ്റ് ചെയ്യാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു ഐഡിയലായിട്ടുള്ളൊരു ബോഡിയെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഏത് ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻസിനെ അബ്സോർബും എമിറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു ഐഡിയൽ ബോഡിയാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. അത് പേരിൽ തന്നെ ഉള്ള പോലെ തന്നെ ഐഡിയലാണ്, അങ്ങനൊരു സംഭവമില്ല. അതുമായിട്ട് പിന്നെയും റിലേറ്റഡ് ആയിട്ടുള്ള വസ്തു എന്ന് പറയുന്നത് കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞ വസ്തുവാണ്. കാർബൺ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ഈ സാധനം ഏകദേശം ഈ ബ്ലാക്ക് ബോഡിയുടെ ഏകദേശം അടുപ്പിച്ച് അതേ ഫീച്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അതായത് ഏതൊരു ഓൾമോസ്റ്റ് എല്ലാ റേഞ്ചിലുള്ള ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്യാനും എമിറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട്. സോ അതാണ് ബ്ലാക്ക് ബോഡി എന്ന് പറയുന്നത്. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. അല്ലാതെ ഷിഫ്റ്റിംഗ് ഒക്കെ വേറെ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത്ര ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കളറ് ബ്ലൂവിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, ആ കാര്യത്തിനൊന്നും ആവശ്യമില്ല എന്നാണ് വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന വേറൊരു കാര്യമാണ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. പ്ലാങ്ക്സിൻ്റെ കൺസെപ്റ്റ്, അതായത് എനർജി എന്ന് പറയുന്നത് എമിറ്റ് ചെയ്യുന്നത് പാക്കറ്റ് ഓഫ് ഫോട്ടോൺസ് ആണ്. അതിനെ ക്വാണ്ടം എന്നും പറയാം. ഓക്കെ, എനർജി എമിറ്റ് ചെയ്യുന്നത് സ്മോൾ പാക്കറ്റ് ആയിട്ട് ഒരു പ്രത്യേക ഒരു ഫിക്സഡ് എമൗണ്ടിലുള്ള സ്മോൾ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും എനർജി എമിറ്റ് ചെയ്യുന്നത്. അതിനെ ഫോട്ടോൺ അല്ല ക്വാണ്ടം എന്ന് പറയാം. അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ മുമ്പേ പറഞ്ഞു ബ്ലാക്ക് ബോഡി റേഡിയേഷൻ പറഞ്ഞു. അതിനുശേഷം ക്വാണ്ടം മെക്കാനിക്സിലായിട്ടുള്ള വഴിത്തിരിവായ വേറൊരു കണ്ടുപിടുത്തമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഹൈ എനർജി ഉള്ളൊരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹൈ എനർജി ഉള്ള ഇലക്ട്രോണ് അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് ആയിട്ടുള്ളൊരു ബോഡി ഒരു മെറ്റൽ സർഫസിൽ വന്ന് പതിക്കുന്ന സമയത്ത് ആ മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറന്തള്ളാൻ സാധിക്കും. അതിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറഞ്ഞത്. സോറി, ഹൈ എനർജി ഓഫ് ഇലക്ട്രോൺസ് അല്ല, ഹൈ എനർജി ഉള്ളൊരു ലൈറ്റ്. ഓക്കെ, ഹൈ എനർജി ഉള്ള ലൈറ്റ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് പതിക്കുമ്പം ആ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറന്തള്ളാനുള്ള കഴിവിനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ബേസിസിലാണ് ലൈറ്റിന് അത്രയും വേവ് നേച്ചർ മാത്രമല്ല പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്നുള്ള കൺസെപ്റ്റിലോട്ടൊക്കെ വന്നത്. സോ അങ്ങനെ ഒരു ലൈറ്റ് വന്ന് പതിക്കുമ്പം ഇലക്ട്രോൺസ് പുറത്തേക്ക് വരണമെങ്കിൽ ഈ വരുന്ന ലൈറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പ്രത്യേക എമൗണ്ട് ആയിരിക്കണം. ഓക്കെ, ആ എമൗണ്ട് ആണ് ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓർത്തിരിക്കാം കേട്ടോ, ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ത്രഷോൾഡ് ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിൻ്റെ മേളേക്കാകാം, ഇതിൻ്റെ താഴെട്ടാണെങ്കിൽ ലൈറ്റ് വന്ന് അതിൻ്റെ താഴെ ഫ്രീക്വൻസി ഉള്ള ലൈറ്റിന് മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്റ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരുന്നെന്ന് പറയുന്നത് ഈ വന്ന് പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ ബേസ് ചെയ്തിട്ടിരിക്കും. സത്യത്തിൽ നിങ്ങൾക്ക് നല്ല ടൈമുണ്ട് കാര്യങ്ങൾ പഠിക്കണം. അതാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളിങ്ങനെ പറഞ്ഞു പോകണത്. സത്യത്തിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സ്പീഡപ്പായിട്ട് പറഞ്ഞു പോകേണ്ട കാര്യമുള്ളൂ. ചുമ്മാ നിങ്ങൾക്കും കുറേ എന്താണ്ടൊക്കെ ചവറായിട്ട് പറഞ്ഞു തരുന്നു. പക്ഷെ ഓർത്തിരുന്നോണ്ട് നല്ലതായിരിക്കും. പിന്നീടാണെങ്കിലും പലറിവും ചെറുതെല്ലാം നല്ല, പിന്നീടാണെങ്കിലും പലയിടത്തും ഉപയോഗിക്കാം. ഇപ്പം നിങ്ങൾക്ക് ക്രിസ്റ്റിക്ക് യൂസ് ആക്കാം, +2 പഠിക്കുന്നല്ലേ. സോ അത് വെച്ചിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് 2 നേച്ചറുണ്ട്. അതായത് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ടെന്നുള്ള രീതി കൺസെപ്റ്റിലേക്ക് എത്തി. ഓക്കെ, ഇത്രയും മതി. പിന്നെ
ഒരു സെക്കൻഡ്. ഓക്കെ, ഇനിയാണ് അറ്റോമിക് സ്പെക്ട്ര എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. അതിന് മുമ്പ് സ്പെക്ട്ര എന്താണെന്ന് ചോദിക്കാം. സ്പെക്ട്ര എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ മഴവില്ലൊരു എക്സാമ്പിളാണ് സ്പെക്ട്രത്തിൻ്റെ. ഓക്കെ, നമുക്ക് മുമ്പേ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പറഞ്ഞ പോലെ തന്നെ ഒരു വൈറ്റ് ലൈറ്റിൽ വേവ് ലെങ്തിൻ്റെ ബേസിസിൽ നമുക്ക് പല കളറായിട്ട് നമുക്ക് തിരിക്കാം. അതാണ് നമുക്ക് മഴവില്ലിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഫ്രീക്വൻസി അല്ല, വേവ് ലെങ്തിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ഓരോന്നും പല കളറായിട്ട് ചേഞ്ച് ആവുന്നത്. അതിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയ ലൈറ്റാണ് റെഡ് എന്ന് പറയുന്നത്. ഇത് ഓർത്തിരുന്നു കേട്ടോ. വേവ് ലെങ്ത് ഏറ്റവും കൂടിയ കളർ ഏതാണ്? റെഡ്. വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞ കളറ് ബ്ലൂ. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടുന്നെന്ന് പറഞ്ഞാൽ എനർജി കുറവായിരിക്കും. എനർജി കൂടുന്നെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് കുറവായിരിക്കും. അതായത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. വേവ് ലെങ്ത് കൂടിയ ആ ലൈറ്റിന് എനർജി കുറവായിരിക്കും, വേവ് ലെങ്ത് കുറഞ്ഞ ആ ലൈറ്റിന് എനർജി കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, അതിനർത്ഥം അതിന് എനർജി വളരെ കുറവാണ്. ബ്ലൂവിന് വേവ് ലെങ്ത് കുറവാണ്, അതിനർത്ഥം ബ്ലൂവിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ അങ്ങനെ ഒരു വിസിബിൾ ലൈറ്റിന് ഇങ്ങനെ വേവ് ലെങ്തിൻ്റെ ബേസിൽ തിരിക്കുന്നതിനാണ് സ്പെക്ട്രം എന്ന് പറയുന്നത്. സോ പിന്നീട് നമ്മൾ പഠിക്കുന്ന സാധനമാണ് എമിഷൻ സ്പെക്ട്ര അല്ലെ അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ചാർജ്ഡ് ആയിട്ടുള്ളൊരു സർഫസ്, അത് നമ്മൾ എക്സ്റ്റേണലായിട്ട് പുറത്തുനിന്നൊരു എനർജി കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലൈറ്റ് എനർജി ആണെന്ന് വിചാരിച്ചു. ലൈറ്റ് എനർജി നമ്മളിപ്പോൾ കൊടുക്കാം. ഇപ്പോൾ ലൈറ്റ് ഒരു ചാർജുള്ളൊരു അതായത് ഒരു ഇലക്ട്രോണിലേക്ക് അടിക്കുക. നല്ല ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ്, ലൈക്ക് ലേസർ പോലൊരു സാധനം ഒരു ഇലക്ട്രോണിലേക്ക് അടിക്കുന്ന സമയത്ത് ഈ ലൈറ്റിൻ്റെ എനർജി ഇലക്ട്രോൺ അബ്സോർബ് ചെയ്തിട്ട് അതൊരു ഹയർ സ്റ്റേറ്റിലേക്ക് പോകാം. ഓക്കെ, ആ ഹയർ സ്റ്റേറ്റിലേക്ക് പോകാം. അതിനുശേഷം ഈ എനർജിയെ എവിടേക്കെങ്കിലും പുറത്തേക്കാകാം, അല്ലെ അടുത്തിരിക്കുന്ന ഇലക്ട്രോണ് കൊടുക്കാം. അങ്ങനെ ഒന്നിൽ അടുത്തിരിക്കുന്ന ഇലക്ട്രോണ് കൊടുത്തിട്ട് അല്ലെ പുറത്തേക്ക് ഈ എനർജിയെ കൊടുത്തിട്ട് ഈ ഇലക്ട്രോണിന് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന്, അതായത് ഹയർ സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പം രണ്ട് രീതിയിലാണ് സ്പെക്ട്രം ഉള്ളത്. ഒന്ന് നമുക്ക് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയും. അതായത് നമ്മളൊരു ലൈറ്റ് ഒരു ഇലക്ട്രോണിനെ വന്ന് അടുപ്പിച്ചതിന് ശേഷം കുറച്ച് എനർജി ഈ ഇലക്ട്രോൺ എടുത്തിട്ടാണ് നമ്മൾ ഹയർ സ്റ്റേറ്റിലേക്ക് പോയത്. ശേഷമുള്ള ലൈറ്റിനെ നമ്മൾ നോക്കും. ആ ശേഷമുള്ള ലൈറ്റിൽ എന്തായിരിക്കും? ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, നമ്മൾ കൊടുത്ത ഈ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളിലാണ് ഒരു ഗ്യാപ്പ് അല്ലെ ഒരു ആബ്സെൻസ് നമുക്ക് ഫീൽ ചെയ്യും. ആ ആബ്സെൻസിനെ നോട്ട് ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇനി എമിഷൻ സ്പെക്ട്രം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഒരു ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ഇതെടുത്തിട്ട് എനർജി മേടിച്ചിട്ട് എത്തിയെന്ന് പറഞ്ഞു. ഈ എനർജി മേടിച്ചിട്ട് എത്തിയ ഈ ഇലക്ട്രോണ് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ എനർജി തിരിച്ച് പുറത്തേക്കോ അല്ലെ അടുത്തിരിക്കുന്ന ആൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എനർജിയുടെ ബേസിസിൽ എത്രത്തോളം എനർജി പുറത്തേക്ക് തള്ളി എന്നുള്ള രീതിയിൽ അത് നോട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതിന് എമിഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ടെക്നിക്ക്, അബ്സോർപ്ഷൻ സ്പെക്ട്രം അല്ലെ എമിഷൻ സ്പെക്ട്രം വെച്ചിട്ടാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ ടെക്നുണ്ട്. അബ്സോർപ്ഷൻ എന്ന് പറയാം. അബ്സോർപ്ഷൻ എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ഹൈ എനർജി ഉള്ളൊരു ലൈറ്റ് ഒരു ഇലക്ട്രോൺ അടുപ്പിച്ചിട്ട് അതിലെ കുറച്ച് എനർജി അല്ലെ കുറച്ച് ഭാഗത്തു നിന്നുള്ള എനർജി ഈ ഇലക്ട്രോൺ എടുത്തിട്ടാണ് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പം ഈ ലൈറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ ഈ ഇലക്ട്രോൺ എടുത്തല്ലോ, ആ ശേഷമുള്ള ലൈറ്റിനെ ചെക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ശേഷമുള്ള ലൈറ്റിന്റെ അനാലിസിസിനെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇലക്ട്രോൺ കുറച്ച് ഭാഗങ്ങൾ എടുത്തു, ശേഷം ആ ലൈറ്റിൽ എന്തൊക്കെ മിച്ചമുണ്ട് എന്നുള്ളതിൻ്റെ അനാലിസിസ് ആണ്. അതായത് വേവ് ലെങ്തിൻ്റെ ബേസിസിലാണ്. ഇത്ര വേവ് ലെങ്തിലുള്ള ലൈറ്റ് ആയിരിക്കും ഇത് എടുക്കുന്നത്. അതിൻ്റെ ഫർദറായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ മോഷൻസ് ഉണ്ട്. ട്രാൻസ്ലേഷൻ, ഇലക്ട്രോണിക്, റൊട്ടേഷൻ, അങ്ങനെ ഓരോ മോഷൻ ഉണ്ട് ഓരോ ഇലക്ട്രോണിനും.
അതിൻ്റെ അനുസരിച്ചൊക്കെയാണ് ഇത് എടുക്കുന്നത്. ഓരോ വേവ് ലെങ്തിൽ നിന്നുള്ള എനർജിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഓരോ വേവ് ലെങ്തി ഇപ്പോൾ ലൈറ്റ് വരുമ്പോൾ ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആണെങ്കിൽ 400 തൊട്ട് 800 നാനോമീറ്റർ വരെയുള്ള വേവ് ലെങ്ത് ഉള്ള ഒരു ലൈറ്റ് നമ്മൾ കൊടുത്തു. അതിലെ കുറച്ച് വേവ് ലെങ്തിൽ നിന്ന് ഈ ഇലക്ട്രോൺ ഈ ലൈറ്റിനെ എടുത്തു. അപ്പോൾ അവിടെ ഗ്യാപ്പ് ആയിരിക്കത്തില്ലേ, ആ വേവ് ലെങ്തിൽ ഗ്യാപ്പ് ആയിരിക്കത്തില്ലേ, അതായത് ഡാർക്ക് സ്പോട്ട് ആയിരിക്കുമല്ലോ. അവിടെ നമുക്ക് തിരിച്ച് ആ ലൈറ്റിനെ പിന്നീട് നോക്കുമ്പം ഈ എനർജി എടുത്തുകൊണ്ട് ആ ഭാഗത്ത് കുറച്ച് വേക്കൻ്റ് ആയിട്ടുള്ള ഡാർക്ക് സ്പോട്ട്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്കത് ഗ്രാഫായിട്ടാണ് ഇൻസ്ട്രുമെൻ്റ് കിട്ടാറ്, പക്ഷെ നമ്മൾ ജസ്റ്റ് വിഷ്വലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞാൽ, അപ്പം ഒരു ഗ്യാപ്പ് പോലെ ആയിരിക്കുമല്ലോ വരുന്നത് ഇത് കുറച്ച് ഭാഗങ്ങളിൽ ലൈറ്റിൻ്റെ എടുത്തു കഴിയുമ്പം. അപ്പം അതിന് ശേഷം വരുന്ന ഇതിന് ശേഷമുള്ള ഈ ലൈറ്റിനെ നമ്മൾ ചെക്ക് ചെയ്യും, അനാലിസിസ് ചെയ്യും. അതിനെയാണ് അബ്സോർപ്ഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അതായത് കുറച്ച് എടുത്തു പോയതിന് ബാക്കിയുള്ള ലൈറ്റ്. മനസ്സിലായോ? ഇനി എമിഷൻ സ്പെക്ട്ര എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇലക്ട്രോണ് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോയെന്ന് പറഞ്ഞു, തിരിച്ചത് ആ എനർജി കൊടുത്തിട്ട് ആ വേവ് ലെങ്തിലുള്ള എനർജിയെ റിലീസ് ചെയ്തിട്ടാണ് തിരിച്ച് എൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുന്നത്. ആ റിലീസ് ആയ എനർജിയെ നമ്മൾ മനസ്സിലാക്കുക, അതായത് ഏതൊക്കെ വേവ് ലെങ്തിലുള്ള എനർജിയാണ് അത് റിലീസ് ചെയ്തതെന്നുള്ളത് അനാലിസിസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാനാണ് എമിഷൻ സ്പെക്ട്ര എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കോമ്പൗണ്ട് ആണല്ലോ, അതായത് ഏതൊരു കെമിക്കൽ വസ്തുവാണേലും ഒരു പ്രത്യേക റേഞ്ച് മാത്രമേ, ഒരു പ്രത്യേക റേഞ്ചിലുള്ള സാധനത്തെ മാത്രമേ എടുക്കത്തുള്ളൂ. അത് പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള അല്ലെ പ്രത്യേക വേവ് ലെങ്തിലുള്ള എനർജിയെ മാത്രമേ അബ്സോർബ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം അത് ബേസ് ചെയ്തിട്ട് ആ സംഭവം ഏതാണെന്നുള്ളത്, അത് നമ്മൾ ഫിംഗർ പ്രിന്റ് പോലെ ഓരോന്നിനും ഇത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്, ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പറയാൻ പറ്റും. അത് ബേസ് ചെയ്തിട്ട് അത് എന്ത് വസ്തുവാണെന്നുള്ളത് കണ്ടുപിടിക്കാം. അതിനാണ് സ്പെക്ട്രോസ്കോപ്പി ടെക്നിക്ക് എന്ന് പറയുന്നത്. സോ ഈ എമിഷൻ സ്പെക്ട്രം അബ്സോർപ്ഷൻ സ്പെക്ട്രം വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ട് എമിഷൻ സ്പെക്ട്ര, അതായത് ഹൈഡ്രജനിൽ ഒരു ഹൈ എനർജി ബീം ഓഫ് ലൈറ്റ് അപ്ലൈ ചെയ്തിട്ട് അതിൽ എമിറ്റ് ചെയ്ത ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ആ ഇലക്ട്രോൺ പോയി ശേഷം എമിറ്റ് ചെയ്ത ഇത് വെച്ചിട്ട് എനർജി ലൈൻസ് വെച്ചിട്ട് ബോറ് ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. ആ എക്സ്പ്ലെയിൻ ചെയ്തതിൻ്റെ വെച്ചിട്ട് ഓരോ വേവ് ലെങ്തിൻ്റെ ബേസിസിൽ അതിനെ 5 തിരിച്ചു. ഈ 5 പേര് ഓർത്തിരിക്കുക. ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തിൽ 5 ലൈൻസ് ആണ്, അതായത് ഫ്രീക്വൻസി ബേസിസിൽ ബോർ കണ്ടുപിടിച്ച 5 ലൈൻസ്. അത് ഹൈഡ്രജൻ്റെ ലൈൻ എമിഷൻ സ്പെക്ട്രമായിട്ട് കിട്ടിയ 5 ലൈൻസ്. ആ 5 ലൈൻസ് ആണ് ലെയ്മൻ, ബാൽമർ, പാസ്കൻ, ബ്രാക്കറ്റ്, പി ഫണ്ട്. പി ഫണ്ടെന്ന് ഞങ്ങൾ പറയും, പക്ഷെ ഫണ്ടെന്നാണ്, ഫണ്ടെന്നുള്ള പി സൈലൻ്റാണ്. ലെയ്മൻ, ബാൽമർ, പാസ്കൻ, ബ്രാക്കറ്റ്, ഫണ്ട്. ഈ 5 ലൈൻസ് ആണ് ഹൈഡ്രജന് എടുത്തിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അതിനെയാണ് ബാൽമർ സീരീസ് എന്ന് പറയുന്നത്. ഇത് വേണ്ടി ചിലപ്പോൾ ചോദിച്ചതുവരെ കണ്ടിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം. ഇതിനാണ് ഫ്രീക്വൻസി കൂടുതൽ, ഏതിനാണ് ഫ്രീക്വൻസി കുറവ്, ഏതിനാണ് എനർജി കൂടുതൽ, ഏത് ലൈനിനാണ് എനർജി, ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രത്തിൽ ഏതിനാണ് എനർജി കൂടുതൽ, ഏതിനാണ് ഫ്രീക്വൻസി കൂടുതൽ എന്ന് വേണേൽ ചോദിക്കാം. ഇവിടെ എനർജി കൂടുതൽ ലെയ്മാന്, ഫ്രീക്വൻസി കൂടുതൽ ഫണ്ടിന്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെയാ അത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ്, മാത്തമാറ്റിക്കൽ ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് റെഡ്ബെർഗ്. അത് വെച്ച് അത് ഒരു കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചു. അത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഓരോ എനർജി സ്റ്റേറ്റ് വെച്ചിട്ടാണ് ഓരോ ഫ്രീക്വൻസിയും പറയുന്നത്. സോ ഇതിൻ്റെ എല്ലാം ബേസിസിൽ ചെയ്തു, ബോർ അദ്ദേഹത്തിൻ്റെ ഹൈഡ്രജൻ്റെ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ഹൈഡ്രജൻ്റെ ആറ്റം മോഡൽ പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്തപ്പം റുദർഫോർഡിൻ്റെ മോഡലിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം റുദർഫോർഡ് പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം അതേപോലെ തന്നെ എടുത്തു. ഹൈഡ്രജൻ്റെ ആറ്റം മോഡലാണ് പുള്ളി പ്രപ്പോസ് ചെയ്തത്. അപ്പം അതേപോലെ തന്നെ എടുത്തു. ഒരു സർക്കുലർ പാത്തായിട്ട് ഒരു ഫിക്സഡ് റേഡിയസ് ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ എനർജി ഉണ്ട്, അതിന് ഓർബിറ്റ് എന്ന് വിളിക്കാം. അതിലാണ് ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഈ സമയത്തിനനുസരിച്ച്, സമയം മാറുന്നതിനനുസരിച്ച് ഈ ഇലക്ട്രോണിൻ്റെ, ഈ ഓർബിറ്റിക്കുള്ള റൊട്ടേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ ചാർജ് ഒരിക്കലും പോകുന്നില്ല.
പക്ഷേ ചാർജ് ഇല്ലാണ്ടാവുന്നില്ല. നമ്മൾ മുമ്പേ പറഞ്ഞു അങ്ങനെ ചാർജ് ഇല്ലാണ്ടായിട്ട് വന്ന് ന്യൂക്ലിയസിൽ പതിക്കുമെന്നാണ് നമ്മൾ ആറ്റമിൻ്റെ ഇൻസ്റ്റെബിലിറ്റി പോലെ നമ്മൾ പറഞ്ഞത്. പക്ഷേ സമയത്തിനനുസരിച്ച് ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ ചാർജിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, അത് അതിൻ്റെ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകാം, ഒരു എനർജി എടുത്തിട്ട് ഹയർ സ്റ്റേറ്റിലേക്ക് പോകാം, തിരിച്ച് ആ എനർജി കൊടുത്തിട്ട് അതിൻ്റെ ലോവർ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാനും സാധിക്കും. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആര് കണ്ടുപിടിച്ചു? ബോർ കണ്ടുപിടിച്ചു. പിന്നെ ഇതതിൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ്. അങ്ങനെ അന്നേരം എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയുടെ ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു പെർട്ടിക്കുലർ ഇങ്ങനെ പോകുന്ന ഈ ചാർജ്ഡ് ഇതുണ്ടല്ലോ, മൂവ്മെൻ്റ് ഉണ്ടോ, അതിൻ്റെ ആംഗുലാർ മൊമെൻ്റം എന്ന് പറയുന്നത് n/h/2πക്ക് ഈക്വൽ ആയിരിക്കും. h/2π എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു റേഡിയസിലേക്ക് പോകണമെങ്കിൽ ഒരു ഇലക്ട്രോൺ വേറൊരു എനർജി ലെവലിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു n/h/2π എന്ന് പറഞ്ഞൊരു വാല്യൂ ഓഫ് ആംഗുലാർ മൊമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി, പ്രത്യേകിച്ചൊന്നും കാര്യമൊന്നുമില്ല. സോ അതിൻ്റെ ബേസിസിൽ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ ബോറിനെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ആ കണ്ടുപിടിച്ച് ബേസ് ചെയ്തിട്ട് പുള്ളിക്കാരൻ പ്രപ്പോസ് ചെയ്തു ഓരോ ഇലക്ട്രോൺസിനും ഒരു പർട്ടിക്കുലർ എനർജി ഉള്ള സ്റ്റേഷനറി സ്റ്റേറ്റ് ഉണ്ട്. അതിനെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ ബേസിസിൽ ഹൈഡ്രജൻ്റെ റേഡിയസ്, അതായത് ഹൈഡ്രജൻ്റെ സൈസ്, റേഡിയസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഓർബിറ്റിൻ്റെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ആ ഇലക്ട്രോൺ നിൽക്കുന്ന ഓർബിറ്റിൻ്റെ റേഡിയസ് ബോറിന് പറയാൻ സാധിച്ചു. പിന്നീട് അതിൻ്റെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് വെച്ചിട്ട് അതിൻ്റെ എനർജി, ആ ഓരോ സ്റ്റേഷനറി സ്റ്റേറ്റ്, അതായത് സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റ്, ആ ഓർബിറ്റിൻ്റെ എനർജി പുള്ളിക്കാരന് പറയാൻ സാധിച്ചു. എനർജി കണ്ടുപിടിക്കാൻ സാധിച്ചുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് അദ്ദേഹത്തിന് ആ സ്റ്റേറ്റിൽ ആ ഒരു ഓർബിറ്റിൽ കൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയും ഒരു പരിധി വരെ കണ്ടുപിടിക്കാൻ ബോറിനെ കൊണ്ട് സാധിച്ചു. സോ ബോറിൻ്റെ കണ്ടുപിടുത്തം എന്തൊക്കെയാണ്? ഓരോ സ്റ്റേഷനറി സ്റ്റേറ്റ് ഉണ്ട്. ആ സ്റ്റേഷനറി സ്റ്റേറ്റിൽ പുള്ളിക്കാരൻ നമ്പർ ഇട്ട് 1, 2, 3 എന്നും പറഞ്ഞുകൊണ്ട് അതാണ് നമ്മൾ കാണുന്ന KLMN എന്നുള്ള ഷെല്ല്. അതിനെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു. ശേഷം ഹൈഡ്രജൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ പറ്റി. അതിലൂടെ പോകുന്ന ഇലക്ട്രോണിൻ്റെ എനർജിയും ഇലക്ട്രോണിൻ്റെ ആ ഓർബിറ്റിൻ്റെ എനർജിയും അതേപോലെ അതിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രോണിൻ്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ ബോറിനെ കൊണ്ട് സാധിച്ചു. ഓക്കെ, അത് വെച്ച് പുള്ളിക്കാരൻ ഈ നമ്മൾ മുമ്പേ പറഞ്ഞ 5 ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഹൈഡ്രജൻ്റെ എമിഷൻ സ്പെക്ട്രമായിട്ട്, ആ 5 ലൈൻസിന് ബോർ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ബോർ ഒരു കണ്ടുപിടുത്തം കൊണ്ടുവന്നു. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് മാറ്റാനാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം വന്നത്. സോ ബോറിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ പറഞ്ഞു നമുക്ക് ഓരോ ലൈൻ കിട്ടുമെന്ന് പറഞ്ഞു. എമിഷൻ സ്പെക്ട്രത്തിൽ നമുക്ക് ഓരോ ലൈൻ കിട്ടിയ ഹൈഡ്രജൻ്റെ കേസിൽ ഇങ്ങനെ ഒരു ലൈൻ കിട്ടിയത്, ചില എലമെൻസിൻ്റെ കേസിൽ ഈ ഒരു ലൈനിന് പകരം 2 ലൈനെ കിട്ടിയത്, അടുപ്പിച്ച് 2 ലൈൻ. അതിനെ നമ്മൾ ഡബ്ലറ്റ് എന്ന് പറയും. ഓക്കെ, ഈ ഡബ്ലറ്റ് എങ്ങനെ വന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിനെ കൊണ്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ പിന്നെ ബോറിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷ്യസിൻ്റെ എനർജിയെക്കുറിച്ച് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഹീലിയം ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സമയത്ത്, ലിഥിയം ഒരു ഇലക്ട്രോൺ മാത്രമുള്ള സാഹചര്യത്തിൽ ആ സമയത്തെ അതിൻ്റെ എനർജി ലെവലും ഇലക്ട്രോണിൻ്റെ വോളിയവും എനർജിയും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ ബോറിനെ കൊണ്ട് സാധിച്ചിരുന്നു. പക്ഷേ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ള കേസിലെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിനെ കൊണ്ട് സാധിച്ചില്ല. അതായത് ഹീലിയം അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ലിഥിയം അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഉള്ള സ്പെക്ട്രത്തിൻ്റെ കാരണം അതിനകത്ത് ഡബ്ലറ്റ് ഉണ്ടാവാം. ആ ഡബ്ലറ്റ് എങ്ങനെ വന്നു എന്നുള്ള കാര്യമൊന്നും ബോറിനെ കൊണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അന്ന് അതിനുള്ള ടെക്നിക്സും ഇല്ലായിരുന്നു. പിന്നീടാണ് അതിനുള്ള ടെക്നിക്സ് ഉണ്ടായി വന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ വന്നേക്കുന്ന ഈ ലൈൻസ് നമുക്ക് മുമ്പേ ഇവിടെ കണ്ട പോലെ തന്നെ ഇങ്ങനെ ലൈൻസ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓരോ ലൈനായിട്ട് നമുക്ക് ചില എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾ ഡിഗ്രിക്ക് ഇതിൻ്റെ എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഇതിങ്ങനെ നമുക്ക്
ഹൈഡ്രൻ്റെ അല്ല, ഇങ്ങനെ നമുക്ക് ഓരോ വേവ് ലെങ്തിനെയും അതിൻ്റെ പർട്ടിക്കുലർ രീതിയിൽ ഇങ്ങനെ വേവ് ലെങ്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ലൈൻ പോലെ തന്നെ കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ ലൈൻസ് ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു. ആ ലൈൻസ് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്ലസിലോ അല്ലെ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ബലത്തിലോ ആ ലൈൻസിന് ചില സ്പ്ലിറ്റിങ് നടക്കും. ലൈൻസ് 2 3 സ്പ്ലിറ്റ് ചെയ്യാം. അതെങ്ങനെ ഉണ്ടാവുന്നതെന്ന് ബോറിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതിനെയാണ് സീമൻ എഫക്റ്റ്, സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഈ സ്പെക്ട്രൽ ലൈൻസ് ഇലക്ട്രിക് ഫീൽഡിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയും. ഈ സ്പെക്ട്രൽ ലൈൻസ് മാഗ്നറ്റിക് ഫീൽഡ് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് സീമൻ എഫക്റ്റ് എന്ന് പറയും. ഇതെങ്ങനെ ഈ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിനെ കൊണ്ട് സാധിച്ചില്ല. അതേപോലെ തന്നെ എങ്ങനെ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആയിട്ട് അതിൻ്റെ സ്റ്റേബിളായിട്ട് അതെങ്ങനെ നിൽക്കുന്നു എന്നുള്ള കാര്യവും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല, ബോറിനെ കൊണ്ട് സാധിച്ചില്ല. സോ ആ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ദ ആറ്റം വന്നത്. പിന്നെ ഇതിനകത്ത് പറഞ്ഞെങ്കിൽ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞാൽ ഡുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ വേവായിട്ടും അതേപോലെ പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യും. പിന്നെ ഹൈസൻബർഗ് കൺസെപ്റ്റ് പ്രിൻസിപ്പിൾ, ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൊണ്ട് നിർത്താണ്. ഹൈസൻബർഗ് കൂടെ തീർക്കണം എന്നുണ്ടായിരുന്നു, കുഴപ്പമില്ല. സോ ഇന്നത്രേ ഉള്ളൂ. പിന്നീട് അത് കഴിഞ്ഞ് അത് പെട്ടെന്ന് തീരും. ബാക്കി നമ്മൾ അടുത്ത ക്ലാസ് കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കും. കുറച്ച് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓഫ് ബോ പ്രിൻസിപ്പിൾ, ഹൺസ് റൂള്, എങ്ങനെ ഇലക്ട്രോൺസ് ഓരോ ഓർബിറ്റിൽ ഫില്ലാവുന്നു എന്നുള്ള കാര്യങ്ങൾ. സോ അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. പിന്നെ ക്വാണ്ടം മെക്കാനിക്കൽ ജസ്റ്റ് തുടങ്ങി വെക്കുന്നത്, അത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ പ്രോബ്ലംസ് ഈ ഭാഗത്ത് നിന്ന്, ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണോ ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് കഥ പോലെ കേട്ടിരിക്കുക, അതേ ഉള്ളൂ. പ്രോബ്ലംസ് വരുന്ന ചാപ്റ്റർ ഞാൻ പറയാം. കഴിഞ്ഞ നീ മറ്റേ ക്രാഷ് കോഴ്സിനില്ലായിരുന്നോ? അതിനകത്ത് നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നല്ലോ. കോർഡിനേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നതും എനർജി കണ്ടുപിടിച്ചതൊക്കെ വേറെ പ്രോബ്ലം ഉണ്ടല്ലോ. ക്വാണ്ടം മെക്കാനിക്സിൻ്റെയും ഇലക്ട്രോ കെമിസ്ട്രിയിലെ പ്രോബ്ലം ചെയ്തു. നമ്മളതിനകത്ത് അല്ലാതെ നമ്മൾ പ്രോബ്ലം ചെയ്തടാ. നീ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രോബ്ലം ചെയ്യിപ്പിച്ചല്ലോ. മറ്റേ പറഞ്ഞു പോയതിനകത്ത് പ്രോബ്ലം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത് സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. അതൊക്കെ ആവുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. ഇതിപ്പം ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത കയറുന്നത് പീരിയോഡിക് ടേബിൾ ആയിരിക്കും ചിലപ്പം. പീരിയോഡിക് ടേബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. സിമ്പിളാടാ. നിങ്ങൾക്ക് അങ്ങനെ IMUൻ്റെ എക്സാമിൽ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കത്തില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത 2 പ്രോബ്ലംസ് എങ്ങാണ്ട് എക്സാമിന് ചോദിക്കുകയും ചെയ്തു. ഞാൻ കെമിസ്ട്രിയുടെ മൊത്തം നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് പിള്ളേരോട് ഞാൻ ചോദിച്ചപ്പം കെമിസ്ട്രി അത്യാവശ്യം നമ്മൾ വർക്ക് ചെയ്ത കുറേ കാര്യങ്ങൾ, എത്ര 20 മാർക്കിന് കെമിസ്ട്രി ഉള്ളേ. 20 മാർക്കിൽ എത്രയാണ് 13-14 മാർക്കിന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് കുഴപ്പമില്ല. പ്രോബ്ലം സിമ്പിളായിട്ടുള്ള നിങ്ങൾ ജനറൽ ഇത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസേ ചോദിക്കത്തുള്ളൂ. ഇക്വേഷൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതിന് അതും ഒത്തിരി പാടുള്ള ഇക്വേഷൻസ് ഒന്നുമില്ല. ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്ന കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ഇത്രയും ഉണ്ടല്ലോ, കടൽ പോലെ കുറേ ഉണ്ട്, അങ്ങനെയൊക്കെ വിചാരിക്കണ്ട. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സിമ്പിളായിട്ട് MCQ രീതിയിൽ ലാസ്റ്റ് നമ്മൾ കഴിഞ്ഞ വട്ടം ചെയ്ത പോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇട്ടായിരിക്കും, ടെസ്റ്റ് പോലെ. അപ്പോൾ നിങ്ങൾ അതിനകത്തുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പിന്നെയും പഠിക്കുക. അതിനകത്ത് പറയുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ് കുറച്ച് വളരെ, അത് എല്ലാ ചാപ്റ്ററിലൊന്നുമില്ല, ചില ചാപ്റ്റർ മാത്രമേ ഉള്ളൂ. അത് അതിൻ്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക, സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കും, അത് ഓർത്തിരിക്കുക, ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യമൊക്കെ ഉള്ളൂ, സിമ്പിളാണ്, വർക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഈ ജനറൽ ക്ലാസ്സിൽ പോകുമ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ ഒരു തരത്തിൽ ഞാനൊരുമാതിരി +1 ട്യൂഷൻ എടുക്കുന്ന പോലെ പഠിപ്പിക്കുക, അതിൻ്റെ ആവശ്യമില്ല. അത് നമുക്ക് പഠിക്കാം, കുഴപ്പമില്ല. അതൊക്കെയല്ലേ പഠിക്കുന്നത്, സിമ്പിളായിട്ട് പഠിക്കാം, ഒത്തിരിയൊന്നുമില്ല. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്രയും പറയേണ്ട കാര്യവും ഇല്ല നിങ്ങൾക്ക്.
ആ ഒരു അപ്രോച്ച് നമ്മൾ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് അപ്രോച്ച് മാറ്റും കേട്ടോ. നമ്മുടെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നതിന് പകരം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിസൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ആൻസർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ പോലെ നമ്മൾ ഇങ്ങനെ പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, ഫോളോ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചായിരുന്നാണ്? പറയടൂ, നിങ്ങൾക്ക് സംസാരിക്കില്ല എൻ്റെ അടുത്ത്. ക്രിസ്റ്റി മോനെ കഴിച്ചോടാ? നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യാൻ കേട്ടോ, കുഴപ്പമില്ല. ഞാൻ നിങ്ങളെക്കാട്ടി അധികം വയസ്സ് മൂപ്പൊന്നുമില്ല, കുറച്ച് ഇതേ ഉള്ളൂ. പിന്നെ എന്താ, ജസ്റ്റ് ഒരു ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ഞാൻ സംസാരിക്കാം. ഒരു ക്ലാസ് ടീച്ചർ ആ ഒരു ബന്ധമൊന്നും വേണ്ട. ഏത് ഡൗട്ട് ഞാൻ എല്ലാ ക്ലാസ്സിലും നേരത്തെ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഡൗട്ട് ഉണ്ടെങ്കിലും, കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതെൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്കറിയാവുന്നതാണ് ഞാൻ പറയും. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള നമ്മുടെ ബാച്ചിലെ കുട്ടികളുണ്ട്. മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെയാണ് റിപ്ലൈ എല്ലാവർക്കും കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിക്കുക. നിങ്ങളുടെ എന്താവശ്യത്തിന് ഞാൻ കാണും. മീൻസ് പഠിത്തമായിട്ടുള്ള എന്താവശ്യങ്ങൾക്കും ഞാൻ ഒരു ഹെൽപ്പായിട്ട് കാണും. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് മാക്സിമം നമ്മൾ കൊടുക്കുന്ന ആ ഫണ്ട് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അറിയാം സയൻസാണ്, ഒരു പരിധി കഴിയുമ്പോൾ ബോറാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ കോട്ടുവായി ഇട്ട് ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് പുറകിരുന്ന് മറ്റേ കയ്യിൽ ക്രിക്കറ്റും കളിച്ച് പേനാത്തട്ടും കളിച്ചുകൊണ്ടിരുന്ന ടൈമൊക്കെ ഉണ്ട്. സോ നമുക്കറിയാം. അപ്പം നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഒരു ബ്രേക്ക്, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. അന്ന് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ആ ഒരു രീതിയിൽ തന്നെ എന്താ ഒരു ഗിവ് ആൻഡ് ടേക്ക്, അല്ല ഒരു എൻജോയ്മെൻറ്റ് രീതിയിൽ തന്നെ പോയാൽ മതി. ഒത്തിരി ടഫാക്കാനൊന്നുമില്ല. സോ ഇന്ന് എംബാപ്പു രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു പോർച്ചുഗൽ ഫാനായിരുന്നു, പുറത്തായ സങ്കടമുണ്ട്. ഇനിയും ഫ്രാൻസ് എന്തെങ്കിലും കാണിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഞാൻ കേട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എല്ലാ സ്പോർട്സും, ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയും എല്ലാം ഫോളോ ചെയ്യുന്ന ആളാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി അങ്ങനത്തെ എന്തെങ്കിലും സംസാരിക്കാം. അതെല്ലാം സിനിമയാണ് ഇഷ്ടമെങ്കിൽ അത് പറയാം. ഞാൻ സിനിമയും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഓക്കേടാ. പക്ഷേ യമാലിനോട് എനിക്കിപ്പം എനിക്ക് കുറച്ച് ഇഷ്ടമുണ്ട്. അണ്ണൻ തോറ്റ് ചെന്നപ്പോൾ അണ്ണനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ചെറുക്കുന്ന ഇതുണ്ട്, സ്നേഹമുണ്ട്. അതുകൊണ്ട് എനിക്ക് പണ്ടത്തെ ഹീറ്റ് യമാലിൻ്റെ അടുത്തുള്ള എൻ്റെ തന്നെ ഇപ്പം ഇല്ല. ആകെ അവനെ ഉള്ളായിരുന്നു കെട്ടിപ്പിടിക്കുക. അതുകൊണ്ട് അല്ലേ അനന്യ ഇതൊക്കെ എന്ത് തേങ്ങയാണെന്നോ പറയുന്നത്. ഇല്ല, മനസ്സിലാകുന്നുണ്ടോ ഇനി നിനക്ക് അനന്യ? എന്താ കുത്തി പറയുന്ന പോലില്ലേ? ഓക്കെ ഓക്കെ, ശരിയെങ്കിൽ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കുക. ഗുഡ് നൈറ്റ്.